ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ചിക്കനാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ചിക്കൻ കിട്ടിയാൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് വീട്ടിലിരുന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കാം എന്ന് ആലോചിക്കുന്നതിനിടയിൽ എനിക്ക് ചിക്കൻ കിട്ടി. അത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക, എങ്കിലാണ് കറക്റ്റ് പരുവത്തിലാവുള്ളൂ. അപ്പോൾ അടിപൊളി റെസിപ്പി, ഹെൽത്തി റെസിപ്പി. കണ്ടില്ലേ, ചിക്കൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പ്രിയപ്പെട്ടവരെ, ചിക്കനാണെന്ന്. കാടയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട, അത് നാടൻ ചിക്കൻ അല്ല, ഞങ്ങളെ സ്പ്രിങ് ചിക്കനാണ്. അപ്പോൾ കണ്ടില്ലേ, അതൊക്കെ അവിടെ സൈഡിലേക്ക് മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരെയും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണത്. നോക്കിയാണ് നിങ്ങൾ മിക്സിൻ്റെ ജാറൊക്കെ എന്തൊക്കെയാണ് ഈ ചാടുന്നത്. വലിയ ഉള്ളി ചാടി, 2 തക്കാളിയും ചാടി, ബാക്കിയുള്ള ഇഞ്ചി കഷ്ണങ്ങളും ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം ചാടിയിട്ടുണ്ട്, 2 പച്ചമുളകും ചാടിയിട്ടുണ്ട്. ഇനി എന്താണ് അടുത്തതായിട്ട് ചാടേണ്ടത് നമ്മൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇനി ചാടേണ്ടത് കറിവേപ്പിലയാണ്. വേഗം ഇങ്ങോട്ട് വരട്ടെ ആ കറിവേപ്പില. എവിടെ പോയി ഇരിക്കുകയാണാവത്? എന്താണ് അതിനൊരു ചാടാൻ മടി പ്രിയപ്പെട്ടവരെ? കറിവേപ്പില ഇങ്ങോട്ട് പോരട്ടെ. കറിവേപ്പില ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, മല്ലിയില. ഈ 2 റെസിപ്പിയും ഇങ്ങനെ ചാടിച്ചെടുക്കുമ്പോൾ വിറ്റാമിനും നമ്മുടെ കൂടെ പോരും പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് കറക്റ്റ് അളവിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഒരു സുമാർ അങ്ങോട്ട് വാരിയിട്ടോളി. മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആ പൊടികളൊക്കെ നിങ്ങളെ കയ്യിലില്ല, എല്ലാ പൊടികളും. അവസാനമായിട്ട് ചേർത്ത് കൊടുക്കണം ഗ്രാമ്പും നല്ല ജീരകവും വിനാഗിരിയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആ പൊടിയൊക്കെ എടുത്തില്ലേ, ആ പൊടികളൊക്കെ ചേർക്കുക. ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം, വിനാഗിരിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയും ചേർത്തിട്ട് അരച്ച് വരിക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടി തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഞാൻ പറയാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, പറയുന്നതിനുള്ളിൽ ഒരു പരിധി, അതുകൊണ്ട് ഞാൻ നിർത്തി പോവാണ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഈ മസാല അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നു പ്രിയപ്പെട്ടവരെ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക. ഈ മസാല ഇങ്ങനെ തേച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പ്രിയപ്പെട്ടവരെ. കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്താണ്, എങ്ങോട്ടാണ് ഈ പോകുന്നത്? ആരെയും കാണുന്നില്ല. എന്താ, ഞാൻ എല്ലാവരെയും തപ്പിത്തെരഞ്ഞു നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തൊക്കെയോ പറയുന്നു. കണ്ടില്ലേ, ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏതെങ്കിലും ചിക്കൻ കറിയിലൊന്നും കടുക് വാരി ഇടാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉലുവ തന്നെയാണ് തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? നമ്മൾ ഇനി ചെയ്യണം, ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയൊന്നും ചേർക്കേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ നേരത്തെ കറിവേപ്പിലയൊക്കെ ചേർത്തതല്ലേ. ഇനി എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ കറിവേപ്പില ചേർക്കുന്നത്? നമ്മൾ കറിവേപ്പില ചേർക്കേണ്ട, വേഗം ഈ ഉലുവ ഒന്ന് പൊട്ടി കിട്ടിയാൽ മതിയായിരുന്നു. കണ്ടില്ലേ, ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റെസിപ്പിയിലേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഈ ചിക്കൻ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുക. റെസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല, ഞങ്ങളെ വേഗം ഇങ്ങോട്ട് ഇത് അടന്താൻ വേണ്ടി കണ്ടാണ് നമ്മളിത് വേണ്ടാക്കണത്. വെള്ളിയാഴ്ച അല്ലേ, എല്ലാവരും ഇങ്ങോട്ട് പള്ളി തിരിഞ്ഞ് വരും. ഇവിടെ വീഡിയോ കുറിച്ച് ഇങ്ങനെ കുത്തിർക്കാൻ പറ്റൂല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് നേരത്തിനും കാലത്തിനും ആവണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആക്കണം. കണ്ടില്ല നിങ്ങൾ, ഇതിലത്തൊരു മസാല നോക്കിക്കോളി. നിങ്ങൾ കണ്ടോലെ മട്ടം പോലെ നിങ്ങൾ നോക്കിക്കോളി, എത്രങ്ങാനും മസാല തന്നെയാണ് അതിൽ കിടക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കിയ മിക്സിൻ്റെ ജാറൊക്കെ ഇങ്ങോട്ട് ചുവറ്റി പാരുകയാണെങ്കിൽ ഒന്നും കൂടി ഉസാറായി. കാരണം ഞാൻ ഇവിടെ ചുവറ്റി പാരാൻ പോണില്ല, ഞങ്ങളെ അതും കൂടി കൂട്ടി ഇളക്കിയിട്ട് ആകപ്പാടെ മസാലേൻ്റെ ഒരു കളിൻ്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ മതി. എത്തപ്പഞ്ഞ് കാട്ട കണ്ടില്ലേ, ഇതിലാണെങ്കിൽ കുറച്ച് മുളക് ഏറിയിക്കണം. ഞങ്ങളെ ഞെത്ത കാട്ടച്ചറിയില്ല. എരിവ് ഇടുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ. നമ്മൾ കുരുമുളകും പച്ചമുളകും മുളക് പൊടിയൊക്കെ പാടെ വാരിയിട്ട് കാണും. നമുക്ക് നല്ല ഇഷ്ടമായിക്കണം, നമ്മൾ തിന്നും ചോദിച്ചു. ഞങ്ങളെ ചെറിയ 2-3 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഓൽക്കൊന്നും കൊടുക്കുമ്പോൾ ഞങ്ങളെ ഓല എരിവ് എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ഇടക്കിടക്ക് നമ്മളും ഒന്ന് ചൊടിയിലൊക്കെ തിന്നണ്ട. ഞങ്ങളെ കുട്ടികളെ പേരും പറഞ്ഞാണ് നമ്മളിങ്ങനെ മുളകിടാത്ത തിന്നേ. അതൊന്നും നടക്കൂല. ഞങ്ങളെ കുറച്ചൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കേകിയാണ്ടൊക്കെ എടുത്തു കൊടുത്താളെ, എല്ലാപ്പത്തെ കാട്ടിന്. ഇന്ത്യ എരിവ് ഏറിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവൊക്കെ കുറക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ പ്രിയപ്പെട്ടവരെ. ഈ അവസരത്തിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്?
കുക്കർ വേഗം അടച്ചു വെക്കുക. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഉപ്പ് പോരാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുക്കർ അടച്ചു വെച്ചിട്ട് 1-2 വിസിൽ വന്നോട്ടെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമുക്ക് ഓഫാക്കി എടുക്കാം. അടി കരിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെയും കുക്കറിന് അനുസരിച്ചായിരിക്കും. എൻ്റെ കുക്കറിൽ 2 വിസിൽ വന്നപ്പോഴൊന്നും അടി കരിഞ്ഞിട്ടില്ല. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്നും ഒരേപോലത്തെ റെസിപ്പി ഉണ്ടാക്കി നോക്കാതെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് ഈ റെസ്റ്റോറൻറ്റ് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തു പോകുന്നത്? നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ പ്രിയപ്പെട്ടവരെ. നല്ല അടിപൊളി ടേസ്റ്റി അല്ലേ, ഹെൽത്തി റെസിപ്പിയുമല്ലേ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ ഒത്തിരി കുഴങ്ങി വോയിസ് ഇടണമെങ്കിൽ തന്നെ നല്ല കഷ്ടപ്പാടാണ്. കുക്കറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ഇനിയും വീണ്ടും ഞാൻ തുടങ്ങുന്നതാണ്. കണ്ടില്ല നിങ്ങൾ, കുക്കറിൻ്റെ ആവി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. നല്ല അടിപൊളി റെസിപ്പി, നല്ല മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുള്ള പേരറിയാത്ത റെസിപ്പി. എന്താണ് ഇതിന് പറയുക? റെസ്റ്റോറൻറ്റ് വാസന വന്നിരിക്കുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ. അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് ഞാനിത് ചൂടോട് കൂടി വിളമ്പി കൊടുത്തേക്കാണ് കേട്ടോ. കുട്ടികളുണ്ട് ഇവിടെ, ചെറിയ 2 പിഞ്ച് പൈതങ്ങളുണ്ട്. അവർക്ക് ഞാൻ ചൂടോട് കൂടി വിളമ്പി കൊടുത്തു. ഞാനും ചൂടോട് കൂടി കഴിച്ചു. അവർ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും അവർ ചിരിച്ച് ഇതാകാണ്. എന്താണത് മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ടവരെ. അവർ ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എരിഞ്ഞിട്ട് അവർക്ക് വായിലേക്ക് വെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചൂടോട് കൂടി ആകുമ്പോൾ തന്നെ പ്രത്യേക എരിവല്ല ഉണ്ടാകുക. നല്ല പുളിയും നല്ല ചൊടിയും എന്തൊക്കെയുണ്ട് എന്നറിയാതിൽ. അവസാനമായിട്ട് മല്ലിയിലയും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പ്രിയപ്പെട്ടവരെ? പൊറാട്ടയുടെ കൂടെ കഴിക്കാനും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും എന്തൊക്കെയാണോ നിങ്ങളുടെ റെസിപ്പികൾ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു ചിക്കൻ കറി മതി. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഈ അവസരഘട്ടത്തിൽ പോലും ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും പൊന്നു കൂട്ടുകാരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ സമയമായിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നുകൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അത്രയ്ക്ക് തന്നെ നമുക്ക് പറയാല്ലേ. കഴിഞ്ഞിന് നമ്മുടെ ഇന്നത്തെ റെസിപ്പി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ കണ്ടു നിന്ന എല്ലാ എൻ്റെ പൊന്നുകൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ പൊന്നുകൂട്ടുകാർക്കും ഈ അവസരഘട്ടത്തിൽ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. നന്ദി.